വെള്ളാപ്പള്ളിയുടെ വർഗീയ നാവിനെ, വെള്ളാപ്പള്ളി എന്ന മതേതരത്വത്തിന് കളങ്കമേൽപ്പിക്കുന്നവനെ കാറിൽ കയറ്റി എന്ന വലിയ പരാമർശങ്ങൾക്ക്, വലിയ രീതിയിലുള്ള പ്രതിഷേധാത്മകമായ വലിയ കാര്യങ്ങൾ കത്തിക്കുന്നതിൽ UDF മുന്നിട്ട് നിന്നു. VD സതീശൻ നാഴികക്ക് 40 വട്ടം പറഞ്ഞു, മിസ്റ്റർ മുഖ്യമന്ത്രി, നിങ്ങളുടെ വകുപ്പിലെ, നിങ്ങളുടെ ക്യാബിനറ്റിലെ ഒരു വകുപ്പ് മന്ത്രി ഇന്ന് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെത്തി താഴ്ന്ന് കേണ് വണങ്ങി കുമ്പിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ സഹിതം സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ നാട് അറിയുന്നത് എന്നുള്ളതാണ്. അത് ബിന്ദു കൃഷ്ണ പറഞ്ഞിട്ടില്ല. ബിന്ദു കൃഷ്ണ എവിടെയെങ്കിലും സമുദായിക നേതാവായ വെള്ളാപ്പള്ളിയെ കണ്ടു എന്ന് പറഞ്ഞതായി കണ്ടിട്ടില്ല. സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഫേസ്ബുക്കിലൂടെ അത് പറയുമ്പോൾ, പുറം ലോകം അറിയുകയോട് ചെയ്യുമ്പോൾ, ഒന്ന് പറയണം മിസ്റ്റർ മുഖ്യമന്ത്രി, നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന്. എന്താണ് നിങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ എന്ന് നിങ്ങളോട് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ UDFനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ എത്ര ശ്രമിച്ചാലും സാധിക്കില്ല. കാരണം സ്ഥാനാർത്ഥിത്വത്തിൽ, മുഖ്യമന്ത്രി നിർണയത്തിൽ, മന്ത്രിമാരുടെ വകുപ്പ് നിർണയത്തിൽ, കാറ് നിർണയത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു കഴിഞ്ഞു വന്നതെന്നും, എത്രമേൽ വലിയ കോംപ്രമൈസ് ചെയ്തിട്ടാണ്, എത്രമാത്രം വലിയ കംഫർട്ട് സോണിലേക്ക് സതീശൻ രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും അഡ്ജസ്റ്റ്മെന്റിലേക്ക് വിട്ടിട്ടുണ്ടാവുക ഈ ഹൈക്കമാൻഡ് എന്നും കൃത്യമായി ഈ നാടിന് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഡിമാൻഡിംഗ് പവർ ഏറ്റവും കൂടുതലുള്ള നേതാവായി രമേശ് ചെന്നിത്തല ഇന്ന് ക്യാബിനറ്റിൽ തുടരുക പോലും ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ക്യാബിനറ്റിൽ ഒരു മന്ത്രി വെള്ളാപ്പള്ളി നടേശൻ എന്ന് നിങ്ങൾ പറയുന്ന ഏറ്റവും വലിയ വർഗീയ വഞ്ചകനെ പോയി താണുവണങ്ങി കൈകൂപ്പി നിൽക്കുന്ന പോസ്റ്റ് വന്നത്. നിങ്ങൾ അഭിപ്രായം പറയണം. വെള്ളാപ്പള്ളിയെ ഒരു ക്യാബിനറ്റിലെ ഒരു സംസ്ഥാനത്തെ മന്ത്രി പോയി കാണുന്നതിൽ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷേ അത് നിങ്ങൾ ഇത്രയും നാളും പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന്, നിങ്ങളുടെ ക്യാബിനറ്റിലെ ഒരു വകുപ്പ് മന്ത്രി അത് ചെയ്യുമ്പോൾ അതിനൊരു പരാമർശം നടത്താൻ, ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ നിങ്ങൾ തയ്യാറാവുക തന്നെ വേണം. എന്താണ് നിങ്ങളുടെ നിലപാട്? കാറിൽ കയറ്റിയ മുഖ്യമന്ത്രിയെ വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയപ്പോ, വലിയ രീതിയിലുള്ള എതിർപ്പുകൾ നിങ്ങൾ അഴിച്ചുവിട്ടപ്പോ, നിങ്ങളുടെ ക്യാബിനറ്റിലെ 21 അംഗ മന്ത്രിസഭയിൽ പോലും ഒരൈക്യം കാണിക്കാൻ കഴിയാത്തതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയല്ലേ ബിന്ദു കൃഷ്ണയുടെ വെള്ളാപ്പള്ളി വീട്ടിൽ പോയുള്ള ആ വലിയ രീതിയിലുള്ള ഒരു സദസ്സിന്റെ ഫോട്ടോ പുറത്തു വന്നത്? വളരെ മോശമായ ഒരു പ്രകടനം, വലിയ മോശമായ ഒരു കാര്യം, അത് പറയാതെ വയ്യ. വീണ്ടും പറയട്ടെ, വെള്ളാപ്പള്ളി നടേശനെ, സമുദായിക നേതാവിനെ പോയി ഒരാൾ കാണുന്നത് കൊണ്ട് തെറ്റുണ്ട് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ, അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ രാജകുമാരന്റെ ക്യാബിനറ്റിൽപ്പെട്ട ഒരു മന്ത്രി ഇത് ചെയ്യുമ്പോൾ അതിനൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ, അതിനൊരു കാര്യം അഭിപ്രായം പറയാൻ നിങ്ങൾക്കാവില്ല. നിങ്ങളോട് നാളെ മാധ്യമപ്രവർത്തകർ ചോദിക്കുക, എന്തുകൊണ്ടാണ് ബിന്ദു കൃഷ്ണ അങ്ങനെ ചെയ്തത്? UDFന്റെ നയങ്ങൾക്കെതിരെയുള്ള ഒരു സൈലന്റ് പ്രവർത്തനമായി പോയില്ലേ അതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാൻ പോകുന്ന, നിങ്ങൾ എടുക്കാൻ പോകുന്ന സംസാരവും ബോഡി ലാംഗ്വേജുകളും ഞങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പറഞ്ഞ എത്ര കാര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ പുറകോട്ട് പോയത് എന്നുള്ളതാണ്. എല്ലാത്തിനും VD സതീശനെ വിമർശിക്കുകയല്ല, എതിർക്കുകയല്ല, കടന്നാക്രമിക്കുകയല്ല. പക്ഷേ നിലപാടുകളുടെ രാജകുമാരൻ ഓരോരോ തട്ടുകൾ താഴേക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ വീഴുന്നത് ചൂണ്ടിക്കാണിക്കാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ്. 21 അംഗ മന്ത്രിസഭയെ ഒരേ നിലപാടിൽ, ഒരേ പാറ്റേണിൽ, ഒരേ ഡിറക്ഷനിൽ നിലനിർത്താൻ പോലും ഒരു മാസം തികയും മുമ്പേ പരാജയപ്പെട്ട മുഖ്യനായി VD മാറുന്നു എന്നതാണ് രാഷ്ട്രീയ കേരളം ഈ വിഷയത്തെ നോക്കി കാണുന്നതും നോക്കി വായിക്കുന്നതും.